നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 182 182. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായം 1-ാം ശ്ലോകം. ശ്രീ ശുകാവാച. ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മന ന ഘടേതാർത്ഥസംബന്ധ സ്വപ്നദൃഷ്ടുരിവാഞ്ചസാ. ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മന ന ഘടേതാർത്ഥസംബന്ധ സ്വപ്നദൃഷ്ടുരിവാഞ്ചസാ. ഹേ രാജാവേ, ആത്മാവിൻ്റെ മായയെ കൂടാതെ പരനായും അനുഭവസ്വരൂപനുമായിരിക്കുന്ന ജീവന് സ്വപ്നം കാണുന്നവനെ പോലെ സാക്ഷാത്തായിട്ട് അർത്ഥത്തോടുള്ള ചേർച്ച ഘടിക്കയില്ല, കൂട്ടിയോജിക്കുന്നില്ല എന്നർത്ഥം. ശ്രീഹരി ബ്രഹ്മാവിനോട് ഉപദേശിച്ചതായ ഭാഗവത സാരത്തെ ശ്രീ ശുകമുനി പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നു. ജീവന് ദേഹബന്ധം കാരണത്തോടുകൂടെയോ കൂടാതെയോ എന്നാണ് ചോദ്യം. ദേഹസംബന്ധം യഥാർത്ഥമല്ല. ആത്മാവ് ശരീരത്തിലിരിക്കുന്നുണ്ട്, ഉറപ്പാ. പക്ഷെ ശരീരത്തിന് ബന്ധമില്ല. മോഹം നിമിത്തമാണെന്ന് മറുപടി പറയുന്നു. തെറ്റിദ്ധാരണ കൊണ്ടാണ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞത്. ശരീരവും ആത്മാവും ബന്ധമില്ല. ഹേ രാജൻ, ആത്മാവ് യഥാർത്ഥത്തിൽ ദേഹാദി സംബന്ധം കൂടാതെ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ വെള്ളം കോരുന്ന ചകട, എനിക്ക് ചിലപ്പോൾ ഈ വാക്ക് കിട്ടില്ല. വെള്ളം കോരുന്ന ചകട, ചെണ്ടട ഉരുള് പോലെ, ചെണ്ടട വട്ടം പിന്നെ കുറ്റി മരം കുഴിച്ചിട്ടുണ്ടാക്കണതാ. ഇതങ്ങനെയല്ല. 2 ചക്രത്തിലെ 8-10 പിന്നെ പട്ടിക വെച്ചടിച്ചിട്ടാണ് അതിൻ്റെ നടുവ് കൂടെ ഒരു അച്ചുതണ്ട് 2 കയ്യിലിങ്ങനെ പിടിപ്പിക്കും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ തിരിയും. അതിൻ്റെ ഉള്ളിൽ 2 ബാൾ ഇട്ടിട്ടുണ്ടാവും, മരത്തിൻ്റെ ബാള്. അത് ഈ കയറ് കൂടെ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങുക, കിണറ്റിലേക്ക് ഇറങ്ങുക, അപ്പോഴും ശബ്ദം ഉണ്ടാവും. വെള്ളം കോരുക, അപ്പോഴും ശബ്ദം ഉണ്ടാവും. അതിനാണ് ചകട എന്ന് പറയാം. സത്യത്തിൽ ആ ചകടയ്ക്ക് ഉള്ളിലുള്ള ബാള് അതിൽ ഒട്ടിച്ച് വെച്ചതല്ല, ഫ്രീ ആണ്. കുലുങ്ങാൻ വേണ്ടിയിട്ടാണത്, ശബ്ദം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ശരീരത്തിൽ അന്തര്യാമി കൂടസ്ഥൻ സർവജീവഗുഹാശയനായിട്ട് ഒരു തേജോ പുഞ്ചം, അതിൻ്റെ ഗ്രാവിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ചുരുക്കി പറഞ്ഞാൽ ഒരു തലമുടിയുടെ ടിപ്പിനെ 10,000 ആക്കിയാൽ എത്ര? 4 പൂജ്യം വേണം. അതിനാണ് 10,000 എന്ന് പറയാൻ കാരണം. അത് മനസ്സിലാക്കിയാൽ ഭാഗവതം മനസ്സിലാവും. അത് മനസ്സിലാക്കാണ്ട ഭാഗവതം കാണാൻ പാഠം വായിക്കാൻ അറിയാൻ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപനായിട്ട്, നിരാകാരനായിട്ട്, സച്ചിത് ആനന്ദരൂപനായിട്ട്, ആ തേജോപുഞ്ചം ഉള്ളിലില്ലെങ്കിൽ ആനന്ദം എന്നല്ല, ദുഃഖമല്ല, ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. ഏകനായ ഞാൻ ബഹുരൂപനായി ഭവിക്കുന്നേൻ എന്നുള്ള സങ്കല്പാത്മികമായ മായ നിമിത്തം ദേഹബന്ധമുള്ളതുപോലെ കാണപ്പെടുന്നതല്ലാതെ സ്വപ്നം കാണുന്നവന് സ്വപ്ന പദാർത്ഥങ്ങളോടെന്ന പോലെ പരമാർത്ഥത്തിൽ ജീവന് ദേഹാദി പ്രപഞ്ചത്തോട് സംബന്ധമില്ല. ദേഹത്തിനോടുമില്ല, പ്രപഞ്ചത്തിനോടുമില്ല. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നിയാമകനാണ്. പഞ്ചഭൂതങ്ങളുടെ നിയാമകനാണ്.
സ്വപ്നപദാർത്ഥങ്ങൾ സത്യമല്ല. അതുപോലെ ദേഹവും പ്രപഞ്ചവും സത്യമല്ല. ജീവനോ സത്യസ്വരൂപനാണ്. ഇനി സത്യത്തിന് അസത്യത്തോട് സംബന്ധം എങ്ങനെ ഉണ്ടാകും? ഉണ്ടെന്ന തോന്നൽ മായ എന്ന് സാരം. ഇതാണ് ക്ലാസ്. ഇത് പഠിച്ചാൽ ആൾ രക്ഷപ്പെട്ടു. പ്രമക്ഷയം. ഇനി രണ്ടാമത്തെ ശ്ലോകം പറയണു, ബഹുരൂപ ഇവാഭാതി മായയാ ബഹുരൂപയാ രമമാണോ ഗുണേശ്വസ്യ മാം ആഹം ഇതി മന്യതേ. അവിടെ ആ രണ്ടാമത്തെ ശ്ലോകത്തിൽ ലാസ്റ്റ് പെട്ടുവൻ വാക്ക് വളരെ ശ്രദ്ധിക്കണം. മാം അഹം ഇതി മന്യതേ എന്ന് തന്നെ വായിക്കണം, അറിയണം. ബഹുരൂപ ഇവാഭാതി മായയാ ബഹുരൂപയാ രമമാണോ ഗുണേശ്വസ്യ മാം ആഹം ഇതി മന്യതേ. ബഹുക്കളായ രൂപങ്ങളോടുകൂടിയ മായ നിമിത്തം ബഹുരൂപനെന്നു തോന്നുന്നു. ഈ മായ ഗുണങ്ങളിൽ രമിക്കുന്നവനായിട്ട് എൻ്റേതെന്നും ഞാനെന്നും വിചാരിക്കുന്നു. അത് സത്യമല്ല. ജീവനും സംസാരവും മായ നിമിത്തം തന്നെ എന്ന് ഉപദേശിക്കുന്നു. ജീവനും സംസാരവും മായ നിമിത്തം തന്നെ. ദേവൻ, മനുഷ്യൻ എന്നീ വിധത്തിലും ബാലൻ, യുവാവ് എന്നീ വിധത്തിലും പരിണമിക്കുന്ന സ്വഭാവത്തോടുകൂടിയ മായ നിമിത്തം ആ മായയിൽ പ്രവേശിച്ച ജീവനും സ്വയം ദേവൻ, മനുഷ്യൻ എന്നിങ്ങനെയും ബാലൻ, യുവാവ് എന്നിങ്ങനെയും ബഹുരൂപനെന്ന പോലെ കാണപ്പെടുന്നു. ഈ മായയുടെ ഗുണകാര്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ രമിക്കുന്നവനായിട്ട് ഭാര്യാപുത്രാദി ഭാവങ്ങളിൽ എൻ്റേതെന്നും ശരീരത്തിൽ ഞാനെന്നും അഭിമാനിക്കുന്നു. ഇതുതന്നെ ബന്ധം. യർഹിവാവ മഹിംനി സ്വേ പരസ്മിൻ കാലമായയോ രമേതാ ഗതസമ്മോഹസ്ത്യക്തോദാസ് ഉദാസ്തേ തതോ ഭയം. യർഹിവാവ മഹിംനി സ്വേ പരസ്മിൻ കാലമായയോ രമേദഗതസമ്മോഹാത് ത്യക്തോ ഉദാസ്തേ തതോ ഭയം. ത്യക്തോ ഉദാസേ തതോ ഭയം. പുരുഷപ്രകൃതികളിൽ നിന്ന് വിട്ടിരിക്കുന്ന സ്വയമായ മഹിമാവിൽ, അതായത് ഭഗവാനിൽ മോഹം നശിച്ചവനായിട്ട് എപ്പോൾ രമിക്കുമോ അപ്പോൾ രണ്ടിനെയും ഉപേക്ഷിച്ചിട്ട് ഉദാസീനനായിരിക്കുന്നു. ആ ഉദാസീനം എന്നുള്ളതിനർത്ഥം സാക്ഷിയായിട്ടിരിക്കാമെന്ന. ഗുണവുമില്ല ദോഷവുമില്ല, ആനന്ദം. ഉദാസീനൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സാക്ഷി. മലയാളത്തിലെ ഉദാസീനൻ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ താല്പര്യമില്ലാത്തവണ്ണം അർത്ഥം പറയും. അതാണ് വ്യത്യാസം. അജ്ഞാനം നിമിത്തമുണ്ടായതാണ് ബന്ധം. എൻ്റേതെന്നും എനിക്കെന്നും, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഏത് ജന്മത്തെ? പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം കാണണം. ഭാഗവത ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിയോഗം നിമിത്തം അജ്ഞാനം നശിക്കുമ്പോൾ മോക്ഷവും ഉണ്ടാകുമെന്ന് ഉപദേശിക്കുന്നു. അജ്ഞാനം നശിക്കാണ്ട് മോക്ഷം സംഭവിക്കില്ല. അജ്ഞാനം നശിക്കണമെങ്കിലോ ജ്ഞാനം ഉദയം ചെയ്യണം. ജ്ഞാനം ഉദയം ചെയ്യണം. അപ്പോൾ കാലത്തിൻ്റെയും മായയുടെയും നിയന്താവായിരിക്കുന്ന സ്വമഹിമാവായ ഭഗവാനിൽ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാലത്തിൻ്റെയും മായയുടെയും നിയന്താവ് ഉള്ളിലുള്ള ചൈതന്യമാണ്, പുറമെയുള്ളതല്ല. എന്താ അങ്ങനെ പറയാൻ? പുറമെയുള്ള വസ്തുക്കളെ കൊണ്ട് നമുക്കൊരു കാര്യം നടക്കാൻ പോകണില്ല. പറഞ്ഞ വിഷയോ? ഈശ്വര ചൈതന്യം സഹസ്രകോടി സമപ്രഭനായിട്ട് അവരവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് 1000 സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അർത്ഥവിചാരം നിങ്ങൾക്ക് ഉറപ്പിക്കണം. നിങ്ങൾ ഉറപ്പിച്ചില്ലെങ്കിൽ ബാലിശായിട്ട് മാറും ഭാഗവത പഠനം. സഹസ്രകോടി സമപ്രഭ എന്ന് പറഞ്ഞാൽ
ഉള്ളിലുള്ള ചൈതന്യം. അതാണ് ഇവിടെ പറഞ്ഞത് സ്വമായയാം, സ്വമഹിമാവായ, സ്വന്തം മഹിമാവായ. ആ സ്വന്തം മഹിമാവായ സഹസ്രകോടി സമപ്രഭൻ ശരീരത്തിൽ നിന്ന് ബഹിർഗമിച്ചാൽ ഘടാകാശം ബഹിരാകാശം ആയിട്ട് ലയിക്കുന്നത് പോലെ ശരീരം അളിഞ്ഞു പോയി, ഒന്നുമില്ല. അപ്പോൾ ഭഗവാനിൽ എപ്പോൾ പരമപ്രേമരൂപമായ ഭക്തി ജനിക്കുകയും ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനോടല്ല പരമപ്രേമം, തൻ്റെ ഉള്ളിലുള്ള ചേതനയോടാണ് പരമപ്രേമം വേണ്ടത്. ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞനായിട്ടുള്ള വിഗ്രഹത്തിനെ നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, ദൂരേത് കാണാനേ പറ്റുള്ളൂ. എന്നാൽ നമ്മളെപ്പോലെ ഉള്ളിൽ ഈ പരമ തേജസ്സിനെ സൂക്ഷിച്ചു വെച്ചും കൊണ്ട് സഹസ്രകോടി സമപ്രഭനായിട്ട് എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി ആദരിക്കാനും സ്നേഹിക്കാനും സാധിക്കണതിനാണ് പ്രേമസ്വരൂപം എന്ന് പറഞ്ഞത്. അപ്പം അത് ഡിവൈനാണ്, ലൗകികമല്ല, മെറ്റീരിയലിസ്റ്റിക് അല്ല. അപ്പോൾ അതിൽ രമിക്കുകയും ചെയ്യുന്നുവോ അപ്പോൾ മായാമോഹം നശിക്കുന്നതിനാൽ എൻ്റേതെന്നും ഞാനെന്നുമുള്ള തെറ്റായ ബോധം, എൻ്റേതായി അതിന് മുമ്പ് ആരുടെയായിരുന്നു, ഞാൻ കഴിഞ്ഞാൽ എൻ്റേതായത് ആരുടെയാവും? ഇന്നത്തെ കാലത്ത് എൻ്റെ പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊടുത്താൽ അത് അവൻ്റെയാണ്. അതേമാതിരി വേറൊരുത്തൻ്റെ പെൺകുട്ടി എൻ്റെ മകൻ കല്യാണം കഴിച്ച് കൊടുത്താൽ അവൻ്റെയാണ്, എൻ്റെ മകൻ്റെയാണ്. ഇതെങ്കിലും അറിയണ്ടേ? അപ്പം സ്ഥായിയായിട്ടുള്ള സ്നേഹം അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൽ വെച്ചാൽ മതി. അപ്പം എല്ലാവരും അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൽ വെച്ചാൽ കാര്യം കഴിയില്ലേ? പിന്നെ അവിടെ എന്താ വ്യത്യാസം? അപ്പോൾ എൻ്റേതെന്നും ഞാനെന്നുമുള്ള തെറ്റായ ബോധം നശിക്കുകയും ഉത്കർഷമായ നിലയിൽ എത്തുകയും ചെയ്യുന്നു. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോ അഭിമനുതേ അനർത്ഥം തത്കൃതം ച അഭിപദ്യതേ അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗം അധോക്ഷജ. അധോക്ഷജ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവൻ, അല്ലേ? അർത്ഥം പറയൂലോ. ലോകസ്യ ജാനതോ വിദ്വാം ചക്രേ സാത്വത സംഹിതാം. അപ്പോൾ മായാമോഹത്താൽ ത്രിഗുണങ്ങളോട് ബന്ധിക്കപ്പെട്ട ജീവൻ്റെ ദുഃഖനിവൃത്തിക്ക് വേണ്ടി മായാമോഹത്താൽ ത്രിഗുണങ്ങളോട്, അതായത് ഉത്തമമെന്നും അമധ്യമമെന്നും അധമമെന്നും പറയുന്ന തമോ ഗുണ രജോ ഗുണ സാത്വിക ഗുണങ്ങൾ, ഗുണാതീതനാണ് പരമ്പൊരുളായിട്ടുള്ള ആത്മീയ ചൈതന്യം. അപ്പോൾ ഭാഗവതത്തെ വ്യാസഭഗവാൻ നിർമ്മിച്ചു. ചതുശ്ലോകി ഭാഗവത യഥാർത്ഥത്തിലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിർമ്മിച്ചതാണ്. ഭാഗവതത്തെ വ്യാസഭഗവാൻ നിർമ്മിച്ചുവെന്ന് പ്രഥമസ്കന്ധത്തിൽ ഈ സംഗതിയെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബന്ധവും മോക്ഷവും മായാകൽപ്പിതങ്ങളാകുന്നുവെന്ന് സാരം. ആത്മസ്വരൂപനായ ഭഗവാനെ അറിയാത്തത് കൊണ്ടുണ്ടായ ബന്ധം ഭക്തിയോഗത്താൽ ഭഗവത് സ്വരൂപത്തെ അറിയുമ്പോൾ നശിക്കും. മായാബന്ധം നശിക്കപ്പെടാ ഭക്തിയോഗത്താൽ ഭഗവത് സ്വരൂപത്തെ അറിയുമ്പോൾ. നാമരൂപ വിവർജിതനാണ് എന്ന് അറിഞ്ഞാൽ മായാബന്ധം പോയി. സഗുണാണെന്ന് വിചാരിച്ചിരുന്നാലോ മായാബന്ധം കൂടി. അത് നിമിത്തം മുക്തനായി ഭവിക്കുകയും ചെയ്യുന്നു. സത്യം ഗൗളി അടിച്ചു പൊളിക്കുന്നുണ്ട്. മുക്തനായി ഭവിക്കുകയാണ്. 4ാമത്തെ ശ്ലോകം കേട്ടോ. ആത്മതത്വവിശുദ്ധ്യർത്ഥം യത് ആഹ ഭഗവാൻ അനൃതം ബ്രഹ്മണേ ദർശയൻ രൂപം വ്യളീകവൃതാധൃത. ആത്മതത്വവിശുദ്ധ്യർത്ഥം യത് ആഹ ഭഗവാൻ അനൃതം ബ്രഹ്മണേ ദർശയൻ രൂപം വ്യളീകവൃതാധൃത. പരമാർത്ഥമായ വ്രതത്തെ ആദരിച്ചവനായിട്ട് ശ്രീനാരായണൻ ബ്രഹ്മാവിനായിക്കൊണ്ട്
ആത്മതത്വത്തെ നന്നായി അറിവാനായിക്കൊണ്ട് സത്യമായ രൂപത്തെ കാട്ടിക്കൊടുത്തവനായിട്ട് യാതൊന്നിനെ പറഞ്ഞു. അതാണ് പറയാൻ പോണത്. ആസീദ്യതുതരാത് പത്മം എന്നീ ശ്ലോകത്താൽ പരമേശ്വരനും ദേഹസംബന്ധമുണ്ടെന്ന് വന്നതിനാൽ ആ ഈശ്വരനിൽ ഭക്തി ഉണ്ടായതുകൊണ്ട് മോക്ഷം എങ്ങനെ സിദ്ധിക്കുമെന്നുള്ള ശങ്കയ്ക്ക് സമാധാനം പറയുന്നു. ജീവന് യഥാർത്ഥ ജ്ഞാനമുണ്ടാവാൻ വേണ്ടി തപസ് മുതലായവ കൊണ്ടും ഈശ്വരനെ ഭജിക്കണമെന്ന് ഭഗവാൻ ശ്രീനാരായണൻ ബ്രഹ്മാവിനോട് ഉപദേശിച്ചത് സത്യമാണ്. അതിൻ്റെയും നിവൃത്തിക്ക് ഭഗവത് ഭജനം ആവശ്യമാണെന്നും ഭഗവാനെ അവരവർ ഭജിക്കണം. രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ ഹരേ ജപിക്കാണ്ട് പറ്റില്ല. മാമുണ്ട അവരവരുടെ വയറ്റപ്പഴപ്പിൽ വയറ് വിശക്കുമ്പോൾ മാമുണ്ണണില്ലേ, അവരവർ കഴിക്കണ്ടേ? അതേപോലെ തന്നെ അപ്പോൾ ഭഗവത് ഭജനം ആവശ്യമാണെന്നും സിദ്ധിക്കുന്നു. ഇങ്ങനെ ഉപദേശിപ്പാൻ കാരണമെന്തെന്നാൽ ബ്രഹ്മാവിൻ്റെ തപസ്സിനാൽ സന്തുഷ്ടനായ ഭഗവാൻ പരമാർത്ഥമായ രൂപത്തെ കാട്ടിക്കൊടുത്തിട്ട് സാധാരണ ജീവന്മാരുടെ ബന്ധനിവൃത്തിക്ക് വേണ്ടി ഏതൊന്നിനെ ഉപദേശിച്ചുവോ അതിനെ ഞാൻ പറയാം, കേട്ടുകൊള്ളുവിൻ. ഇതിൻ്റെ സാരം എന്തെന്നാൽ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇറ്റ്? ബ്രഹ്മാദിദേവന്മാർക്കും ശരീരബന്ധമുണ്ട്. ശ്രീനാരായണൻ്റെ നാഭിയിൽ നിന്ന് താമരപ്പൂവുണ്ടായി, അതിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി എന്നിങ്ങനെയാകുമ്പോൾ ശ്രീനാരായണനും ദേഹബന്ധമുണ്ട്. ആ ശരീരത്തെ ഭജിക്കുന്നത് കൊണ്ട് ജീവനുള്ള സംസാരക്ലേശം തീരുന്നതെങ്ങനെയെന്നാണല്ലോ സംശയരൂപം. ഇതിനുള്ള സമാധാനം ജീവന് അവിദ്യ നിമിത്തം മിഥ്യാരൂപമായ ദേഹസംബന്ധം ഭവിക്കുന്നു. ജീവന് അവിദ്യ കൊണ്ട് നൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഫാക്ട് എന്ന് പറയും, അജ്ഞാനം കൊണ്ട് മിഥ്യാരൂപമായ ദേഹസംബന്ധം ഭവിക്കുന്നു. ഈശ്വരനാവട്ടെ അങ്ങനെയല്ല. യോഗമായ കൊണ്ട് ജ്ഞാനസ്വരൂപത്തിന് ഹാനി കൂടാതെ ജീവാനുഗ്രഹത്തിന് വേണ്ടി ലീലാവിഗ്രഹത്തെ സ്വീകരിച്ചത് എന്നിങ്ങനെ മഹത്തായ ഭേദം ഈശ്വരദേഹത്തിനും ജീവദേഹത്തിനും തമ്മിലുണ്ട്. അതുകൊണ്ട് ഈശ്വരഭജനത്താൽ മിഥ്യാദേഹബന്ധം നശിച്ച് മോക്ഷം സിദ്ധിക്കുമെന്നാണ് മേൽപ്പറഞ്ഞതിൻ്റെ സാരം. അവരവരിലുള്ള അജ്ഞാനത്തെ മാറ്റാൻ അവരവരിൽ ജ്ഞാനം ഉദിക്കണം. അത് ആചാര്യൻ ഒരാളുടെ തലയ്ക്ക് കൈ വെച്ചതുകൊണ്ട് അയാളുടെ ഉള്ളിലുള്ള അജ്ഞാനം മാറുന്നില്ല. ഹി ഹാസ് ടു ട്രൈ ഫോർ ഇറ്റ്. 5-ാമത്തെ ശ്ലോകം പറയുന്നു, സ ആദിദേവോ ജഗതാം പരോ ഗുരു സ്വാദിഷ്ണ്യമാസ്തായ ശുശ്രൂഷയൈക്ഷതാ താം ന അദ്യഗശ്ചദൃശമത്ര സമ്മതാം പ്രപഞ്ച നിർമ്മാണ വിധിര്യയാ ഭവേത്. സ ആദിദേവോ ജഗതാം പരോ ഗുരു സ്വാദിഷ്ണ്യമാസ്തായ ശുശ്രൂഷയൈക്ഷതാം താം ന അദ്യഗശ്ചദൃശമത്ര സമ്മതാം പ്രപഞ്ച നിർമ്മാണ വിധിര്യയാ ഭവേത്. ലോകങ്ങളുടെ ഉത്കൃഷ്ടനായ ഉപദേഷ്ടാവും ദേവന്മാരുടെ ആദിഭൂതനുമായ ബ്രഹ്മാവ് തൻ്റെ സ്ഥാനത്തെ അധിവസിച്ചിട്ട് സൃഷ്ടിപ്പാനുള്ള ഇച്ഛയോടുകൂടെ ആലോചിച്ചു. യാതൊന്നിനാൽ പ്രപഞ്ചത്തെ നിർമ്മിക്കേണ്ടതായ പ്രകാരം, അതായത് രീതി ഭവിക്കുമോ ഇതിൽ യോഗ്യയായ പ്രജ്ഞാനത്തെ അറിഞ്ഞില്ല. എന്താ അറിവ് വെച്ചിട്ടാണ് സൃഷ്ടി ചെയ്യേണ്ടത് എന്ന് ബ്രഹ്മാവിന് അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാം.
ഭഗവത് ഭജനം കൊണ്ട് മാത്രമേ തത്വജ്ഞാനമുണ്ടാകുകയുള്ളൂവെന്നതിനെ ഉറപ്പിക്കുവാൻ എന്താ പറഞ്ഞത്? ഭഗവത് ഭജനം സ്വയം ചെയ്യണം, മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. ദക്ഷിണ തറച്ചാൽ മതി, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൂജിക്കാം. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. ചോദിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്, അങ്ങ് കഴിച്ചാൽ മതിയോ? പോരാ. അതിനുള്ള അറിവുള്ളവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണ്? ഗൗളി യെസ് പ്രൊസീഡ് എന്നാണ് പറഞ്ഞത്. യെസ് യു പ്രൊസീഡ് എന്ന്. അതെങ്ങനെ? ഭാഗവതം വായിക്കണം, പഠിക്കണം. ഭാഗവതം വായിക്കുന്നവർ കൂടുതലുണ്ടായിട്ട് കാര്യമില്ല, ഭാഗവതം പഠിക്കുന്നവർ കൂടുതൽ വേണം. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായോ ഡിഗ്രിക്ക് തോറ്റോ എന്നുള്ളതല്ല പ്രശ്നം. സ്വന്തം മാതൃഭാഷയിൽ ഭാഗവതം ആഖ്യാനം പഠിക്കാൻ തയ്യാറാണോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മടക്കിയെടുത്തു. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പറയണു, അവരവരുടെ ഭാഷയിലുള്ള ഭാഗവതം ആഖ്യാനം പഠിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പുസ്തകം വാങ്ങാനും വായിക്കാനും തോന്നണമെങ്കിൽ ജന്മാന്തരേ ലഭേ പുണ്യം വേണീ. അപ്പോൾ ഇപ്പം നമ്മൾ ശ്രമിച്ചാൽ 1-2 ജന്മത്തിൽ കാര്യം നടക്കും. എന്നാൽ ഞാൻ കുറച്ച് ആശി ചെയ്യട്ടെ വെച്ചോ പറഞ്ഞാലോ? നിങ്ങൾ ആശി ചെയ്തോളൂ. അതിൻ്റെ അനന്തരഫലങ്ങൾ എനിക്കല്ല, നിങ്ങൾക്ക് തന്നെ, ആർക്കും, റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, കാസ്റ്റ് ആൻഡ് ക്രീഡ് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവത് ഭജനം കൊണ്ട് മാത്രമേ തത്വജ്ഞാനം ഉണ്ടാകുകയുള്ളൂ എന്നതിനെ ഉറപ്പിക്കുവാൻ ബ്രഹ്മാവിനും കൂടെ തത്വജ്ഞാനം സിദ്ധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് സാധിക്കുന്ന ഇതിഹാസത്തെ പറയുന്നു. ഭക്തിരഹസ്യത്തെ ലോകങ്ങൾക്ക് ഉപദേശിക്കുന്ന പരമഗുരുവും ആദിദേവനുമായ ബ്രഹ്മദേവൻ താനിരിക്കുന്ന താമരയുടെ ഉൽപ്പത്തി സ്ഥാനത്തെ കണ്ടുപിടിക്കുവാനായിട്ട് ആദ്യം ജലത്തിൽ മുങ്ങിത്തിരിഞ്ഞ് ബുദ്ധിമുട്ടിയിട്ടും അത് കണ്ടുകിട്ടാഞ്ഞപ്പോൾ മടങ്ങി വന്നു. തൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ താമരപ്പൂവിലിരുന്ന് ലോകസൃഷ്ടി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചു. അപ്പോൾ എന്നിട്ടും പ്രപഞ്ച നിർമ്മാണത്തിന് മതിയായ ബോധം ഉണ്ടായില്ല എന്ന് പറയണം.